പാലക്കാട് ബ്രൂവറി അനുമതി വിവിധ വകുപ്പുകളുമായി ആലോചിക്കാതെ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ക്യാബിനറ്റ് നോട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് വി ഡി സതീശൻ. മദ്യനിർമ്മാണത്തിന് അസംസ്കൃത വസ്തുവായി ബ്രോക്കൺ റൈസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശം മാത്രമാണ് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത്. അതേസമയം പാലക്കാട് ബ്രൂവറി പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് CPI മുഖപത്രത്തിൽ ലേഖനവും വന്നിട്ടുണ്ട്. ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, ഈ പാലക്കാട് ബ്രൂവറി വിഷയത്തിൽ അടിമുടി ദുരൂഹതകളാണ്, അഴിമതിയാണ് പിന്നിലെന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിവിധ വകുപ്പുകൾ പോലും ആലോചിക്കാതെയാണ് ഇങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നാണല്ലേ പ്രതിപക്ഷ നേതാവ് പറയുന്നത്? തീർച്ചയായിട്ടും രജനി, പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾക്ക് കൈമാറിയ ഈ നോട്ടിന്റെ, അതായത് മന്ത്രിസഭാ യോഗത്തിലെ നോട്ടാണ് ഇപ്പോൾ പുറത്തായിട്ടുള്ളത്. അതിലിങ്ങനെയാണ് പറയുന്നത്: ക്യാബിനറ്റ് നോട്ടിൽ ഒയാസിസ് കമ്പനിക്ക് മദ്യനിർമ്മാണ പ്ലാന്റുകൾ അനുവദിച്ചത് ആരോടും ചർച്ച ചെയ്യാതെ എന്നാണ് അതിൽ നോട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്ന കുറിപ്പിലാണ് ഇത്തരത്തിലൊരു കാര്യം വ്യക്തമാകുന്നത്. അതിൽ ആ കുറിപ്പിൽ പറയുന്നത് പോലെ ഈ അസംസ്കൃത വസ്തുവായിട്ട്, മദ്യനിർമ്മാണത്തിന് അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് ബ്രോക്കൺ റൈസ് മാത്രമേ പാടുള്ളൂ എന്ന മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തിന് മാത്രമാണ് അംഗീകാരമായിട്ടുള്ളത്. ഒയാസിസ് കമ്പനിക്ക് പാലക്കാട് എലപ്പുള്ളിയിൽ ഇത്തരത്തിൽ മദ്യനിർമ്മാണ പ്ലാന്റ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട അനുമതി മറ്റ് മന്ത്രിമാരുമായിട്ട് മറ്റ് വകുപ്പുകളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മന്ത്രി MB രാജേഷ് നൽകിയിട്ടുള്ള മറുപടി ഇല്ല എന്നാണ്. അത് രണ്ട് ചുവന്ന കള്ളികളിലായിട്ട്, രണ്ട് ചുവന്ന കോളങ്ങളിലായിട്ട് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്ന്, മന്ത്രിസഭാ യോഗത്തിന്റെ നിർദ്ദേശം എന്ന് പറയുന്നത് അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്നത് ബ്രോക്കൺ റൈസ് മാത്രമായിരിക്കണം, അതായത് അരി, ഉപയോഗശൂന്യമുള്ള അരി ഉൾപ്പെടെ ആയിരിക്കണം അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കേണ്ടത്. അതിന് മാത്രമാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഒയാസിസ് കമ്പനിക്ക് ഇത്തരത്തിൽ മദ്യനിർമ്മാണ പ്ലാന്റ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചർച്ചകൾക്ക് അനുമതി ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ ആദ്യഘട്ടം തന്നെ പ്രതിപക്ഷം അഴിമതി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മദ്യനിർമ്മാണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഉടനെ പുറത്തുവിടുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിക്കുന്നു. ഈ മന്ത്രിസഭ നമുക്ക് കാര്യം വ്യക്തമാണ്. കാരണം ഈ ഒയാസിസ് കമ്പനിക്ക് കൊടുത്തതുപോലും മറ്റു വകുപ്പുകളുമായിട്ട് ആലോചിക്കാതെയാണ് എന്നുള്ളൊരു കാര്യം അറിയാം. കഴിഞ്ഞ ദിവസം മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്: മുഖ്യമന്ത്രി എന്തു പറയുന്നോ അതിനൊപ്പം തന്നെ തങ്ങൾ നീങ്ങുമെന്നുള്ള കാര്യം. കാരണം മറ്റു വകുപ്പുകളോട് ഒന്നും ആലോചിക്കില്ല. മുഖ്യമന്ത്രിയാണ് ഇതിൽ ഏറ്റവും മുതിർന്ന ആളെന്തു പറയുന്നോ അതുമായിട്ട് മുന്നോട്ട് പോകും. അതിൽ ഞങ്ങൾക്ക് വേറെ മാറ്റമൊന്നുമില്ല. ആർക്ക് കുടിവെള്ള പദ്ധതി മുട്ടിയാലും ഒരു പ്രശ്നവുമില്ല. ജനങ്ങളുടെ ആവശ്യങ്ങളൊന്നും തന്നെ പരിഗണിക്കാതെ ഇതുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിൽ വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അഴിമതി മാത്രമാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതും ഡൽഹി മദ്യനയ അഴിമതി പോലെ തന്നെ ഇവിടെയും ഇത്തരത്തിലൊരു അഴിമതി നടത്തുവാൻ തന്നെയാണ് പിണറായി സർക്കാർ ലക്ഷ്യം വെച്ചത്. ആ ഒരു കാര്യം തന്നെയല്ലേ ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് തുറന്നുവിടുന്നതും. അതിനിടയിൽ തന്നെ ഒരു കാര്യം പറയണം: എലപ്പുള്ളി പഞ്ചായത്ത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അവിടെ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ളൊരു കാര്യം. അതിനിടയിൽ ഈ മിനിറ്റ്സിൽ പങ്കെടുത്തു. ഈ ചർച്ചയിൽ എലപ്പുള്ളി പഞ്ചായത്ത് സെക്രട്ടറി പങ്കെടുത്ത വാർത്തയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവിനും ഇത് പറയാൻ യോഗ്യതയില്ലാത്തൊരവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ ബ്രൂവറി അഴിമതിയുമായിട്ട് അതിന്റെ ഉൾനാമ്പിലേക്ക് പോകുമ്പോൾ എല്ലാവരും, അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ഒരേപോലെ മുട്ടിട്ടിടേണ്ട ഒരു സാഹചര്യം തന്നെയാണ് മുന്നിൽ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു പഞ്ചായത്ത് തണ്ണീർത്തട നിയമപ്രകാരമുള്ള പരിസ്ഥിതിലോല മേഖലയിൽ ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തികൾ വരുമ്പോൾ ആ പഞ്ചായവുമായിട്ടൊക്കെ ആലോചിച്ചിട്ടായിരിക്കും അതിന് അനുമതിയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ ചർച്ചകളുടെ തീരുമാനങ്ങളും ആ വാർത്തകളൊക്കെ ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഈ ബ്രൂവറിയുടെ അഴിമതിയുമായി ഏതാണ്ട് 600 കോടി രൂപ പദ്ധതി ചെലവാണ് ഇതിന് വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്നത്. ആ നോട്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 600 കോടി രൂപയാണ് ബ്രൂവറി പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത്. 4 ഘട്ടങ്ങളിലായിട്ടാണ് പ്ലാന്റ് നിർമ്മാണം. ഈ 4 ഘട്ടങ്ങളിലും ഒയാസിസിന് പൂർണ്ണമായിട്ടുള്ള അധികാരം നൽകിക്കൊണ്ടാണ് പ്ലാന്റിന് അനുമതി നൽകിയിട്ടുള്ളത്. ഈ മന്ത്രിമാരുമായിട്ട് ചർച്ച ചെയ്യാതെ ഈ റൈസ്, അതായത് ബ്രോക്കൺ റൈസ് മാത്രമേ ഇതിന് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു കാര്യത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച ഉയർന്നു നിൽക്കുന്നത്. മന്ത്രി MB രാജേഷ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒന്നും മാധ്യമങ്ങളെ കണ്ടിരുന്നു.
ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഈ MP രാജേഷാണ് ഈ മറ്റു മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന ക്യാബിനറ്റ് നോട്ടിൽ മറുപടി നൽകിയിട്ടുള്ളത്. അപ്പോൾ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനം, ആ തീരുമാനം ഏകപക്ഷീയമായിട്ട് നടപ്പിലാക്കാൻ പോകുന്നു എന്ന് വേണം നമുക്ക് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. പാലക്കാട് പോലുള്ള ഒരു വരണ്ട പ്രദേശത്തെ വെള്ളം ചൂഷണം ചെയ്തുകൊണ്ട്, വെള്ളം ഊറ്റിയെടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു വലിയൊരു പദ്ധതി വരുമ്പോൾ അത് ആ മേഖലയിലെ ജനങ്ങളെയും അതോടൊപ്പം തന്നെ ആ മേഖലയിലെ കാർഷിക സ്വഭാവത്തെയൊക്കെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയൊക്കെ പല ഘട്ടങ്ങളിലൊക്കെ ഉയർന്നു വന്നിട്ടും അതിനെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു നയവുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനിടയിൽ തന്നെയാണ് CPIയുടെ മുഖപത്രത്തിൽ ഒരു ലേഖനം വന്നിരിക്കുന്നത്, സർക്കാർ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന്. CPI ആവശ്യപ്പെട്ട ഒരു കാര്യവും ഇത് തന്നെയാണ്. ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിക്കും തയ്യാറല്ല. ഒപ്പം സർക്കാരിന്റെ നിലപാടിൽ വരുന്നതല്ല ഈ ഒരു പദ്ധതി എന്നുകൂടെ അതിരൂക്ഷ വിമർശനം തന്നെയല്ലേ ബ്രൂവറി പദ്ധതിയിൽ സർക്കാരിനെതിരെ CPI ഉന്നയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും രജനി, CPI പല ഘട്ടങ്ങളിലും പരസ്യമായിട്ട് പ്രതികരണത്തിന് മുതിരാതെ ജനയുഗം പത്രത്തിലൂടെയാണ് അവരുടെ നിലപാടുകൾ അറിയിക്കുന്നത്. പത്രത്തിൽ തന്നെയാണ് ഇന്നും ജനയുഗം പത്രത്തിൽ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുള്ളത്. CPIയുടെ കർഷക നേതാവ് കൂടിയിട്ടുള്ള സത്യമൊഗേരിയാണ് ഇത്തരത്തിലുള്ളൊരു വിമർശനം മുന്നോട്ട് വെക്കുന്നത്. മണ്ണ്, പരിസ്ഥിതി, ജലം സംരക്ഷിക്കുന്നതിനെയും അതിനെ ചൂഷണം ചെയ്യാതിരിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ലേഖനത്തിന്റെ 3ാമത്തെ ഖണ്ഡികയിലാണ് പാലക്കാട് ബ്രൂവറിയുമായിട്ടുള്ള വിവാദം, അല്ലെങ്കിൽ പാലക്കാട് ബ്രൂവറിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന പ്രകൃതിക്ക് ഉണ്ടാകുന്ന ദോഷവശങ്ങൾ പറ്റിയിട്ടും അതോടൊപ്പം തന്നെ അത് ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നതിനെ പറ്റിയിട്ടും അധികാരികൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നും സർക്കാർ ഈ തീരുമാനമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ഒരു 3ഓ 4ഓ പാരഗ്രാഫിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ലക്ഷ്യമെന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ലേഖനമല്ല, പാലക്കാട് ബ്രൂവറിയിലെ അഴിമതികൾ തുറന്നു കാട്ടുക, പാലക്കാട് തീരുമാനത്തിലെ പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനിയുടെ തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറുക, അത് പുനർചിന്തിക്കുക എന്ന ആവശ്യമാണ് ആ ആർട്ടിക്കിളിൽ ഉടനീളം പറയുന്നത്. 2008 തണ്ണീർത്തട നിയമപ്രകാരം വരുന്ന പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള നിർമ്മാണം വരുന്ന സമയത്ത് അവിടെയുള്ള ലക്ഷക്കണക്കിന് കർഷകരെയും അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളികളെയാണ് ഇത് ബാധിക്കുന്നത്. മലമ്പുഴ ഡാമിനെ ആശ്രയിച്ചുകൊണ്ട് ഒരു പ്രദേശത്തെ കൃഷി പുരോഗമിക്കുമ്പോൾ അവിടുത്തെ ജലം തന്നെ ഇത്തരത്തിലുള്ള മദ്യനിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ കൃഷി എങ്ങനെ പരിപോഷിക്കപ്പെടുമെന്നുള്ള ചോദ്യവും ഈ ആർട്ടിക്കിളിൽ അല്ലെങ്കിൽ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൂടി ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട്. ഈ മന്ത്രിസഭാ യോഗത്തിൽ ഈ ബ്രൂവറിയുടെ വിഷയം വരുമ്പോൾ, അല്ലെങ്കിൽ പാലക്കാട് മദ്യനിർമ്മാണ കമ്പനിയുടെ വിഷയം വരുന്ന സമയത്ത് അവിടെ വന്നതെന്ന് പറയുന്നത് ഈ അസംസ്കൃത, അതായത് കാർഷിക വസ്തുക്കളിൽ നിന്നും അസംസ്കൃത വസ്തുക്കളിൽ നിന്നും മദ്യം ഉൽപ്പാദിപ്പിക്കുക എന്നൊരു ചർച്ചയായിരുന്നു മന്ത്രിസഭാ യോഗത്തിൽ. മരിച്ചീനി, അരി, പൈനാപ്പിൾ തുടങ്ങിയ കാർഷിക വിളകളിൽ നിന്നും ആ അസംസ്കൃത വസ്തുക്കളിൽ നിന്നും മദ്യം തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന ചർച്ച മാത്രമാണ് ഈ മന്ത്രിസഭാ യോഗത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അന്ന് CPI മന്ത്രിമാരൊന്നും ഇതിന് എതിർപ്പ് പറയാത്തത് കാരണം കാർഷിക വിളകളിൽ നിന്നും തദ്ദേശീയമായിട്ട് മദ്യം വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിലെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പരിസ്ഥിതിയെ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ബാധിക്കുന്ന വിഷയങ്ങളല്ല. അതുകൊണ്ടായിരിക്കണം അങ്ങനത്തെ ഒരു ചർച്ച വന്നതിന് ശേഷം ഈ പരിസ്ഥിതി വിളകളിൽ നിന്നും ഒരു മദ്യം ഉൽപ്പാദിപ്പിക്കുക എന്നൊരു ചർച്ച കൊണ്ടുവന്നിട്ട് അതിനെ ഈ എലപ്പുള്ളി മദ്യനിർമ്മാണ പ്ലാന്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഈ തീരുമാനത്തെ അംഗീകരിക്കപ്പെടുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായി. എന്തായാലും ഈ ഒരു വിഷയത്തിൽ എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല വിഷയത്തിൽ പരസ്യമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുക തന്നെയാണ് CPI. മുഖപത്രത്തിൽ ലേഖനവും എഴുതിയിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടുന്ന കുടിവെള്ള പദ്ധതി അടക്കം മുട്ടിക്കുന്ന ഈ ഒരു പദ്ധതി കേരളത്തിൽ വേണ്ട എന്നുള്ളൊരു കാര്യം തന്നെയാണ് CPI വയ്ക്കുന്നത്. ഒപ്പം ഈ അനുമതി വിവിധ വകുപ്പുകളുമായി ആലോചിക്കാതെയാണ് എന്ന് പ്രതിപക്ഷ നേതാവും ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ക്യാബിനറ്റ് നോട്ട് അടക്കം പുറത്തുവിട്ട് എന്തായാലും ഇന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ് ഇതിനുള്ള മറുപടി നൽകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ടിൻഡുദാസാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.